ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വിൻഡോസ് 10 എളുപ്പത്തിൽ എങ്ങനെ ഫ്രീ ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇതിനായി ആദ്യം തന്നെ നിങ്ങൾ സ്റ്റാർട്ടിൽ ചെന്നിട്ട് CMD എന്ന് സെർച്ച് ചെയ്യുക. കമാൻഡ് പ്രോംപ്റ്റ് എന്ന റിസൾട്ട് കാണിക്കും. ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് കൊടുക്കുക. അപ്പോൾ വരുന്ന പ്രോംപ്റ്റിൽ എസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കമാൻഡ് പ്രോംപ്റ്റിൽ slmgr /IPK നിങ്ങൾക്ക് ഏത് ലൈസൻസ് കീ ആണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് എൻ്റർ ക്ലിക്ക് ചെയ്യുക. ഈ കമാൻഡ്സും ലൈസൻസ് കീ എല്ലാം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിൻഡോസ് 10 ഏത് എഡിഷൻ ആണോ വേണ്ടത് അതനുസരിച്ച് ലൈസൻസ് കീ സെലക്ട് ചെയ്ത് അത് കോപ്പി ചെയ്ത് ഈ കമാൻഡിന്റെ കൂടെ ചേർക്കുക. എന്നിട്ട് കീബോർഡിൽ എൻ്റർ ക്ലിക്ക് ചെയ്യുക. കുറച്ച് കഴിയുമ്പോൾ ഇൻസ്റ്റാൾ പ്രൊഡക്റ്റ് കീ എന്നൊരു പ്രോംപ്റ്റ് വരും. അതിൽ ഓക്കെ കൊടുക്കുക. ഇനി കമാൻഡ് പ്രോംപ്റ്റിൽ അടുത്ത കമാൻഡ് ടൈപ്പ് ചെയ്യണം. slmgr /skms kms8.msguides.com എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ നേരത്തെ പോലെ തന്നെ ഒരു പ്രോംപ്റ്റ് വരും. അതിലും ഓക്കെ തന്നെ കൊടുക്കുക. ഇനി അവസാനമായിട്ട് ഒരു കമാൻഡ് കൂടിയുണ്ട്. slmgr /ATO എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. അത് കഴിയുമ്പോൾ പ്രൊഡക്റ്റ് ആക്ടിവേറ്റഡ് സക്സസ്ഫുള്ളി എന്നൊരു പ്രോംപ്റ്റ് വരും. അതിലും ഓക്കെ കൊടുക്കുക. ഇപ്പോൾ വിൻഡോസ് 10 ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി സിസ്റ്റം ഡീറ്റെയിൽസിൽ നോക്കിയാൽ അറിയാൻ പറ്റും. വിൻഡോസ് ഈസ് ആക്ടിവേറ്റഡ് എന്ന് കാണാം. അല്ലെങ്കിൽ സ്റ്റാർട്ടിൽ പോയിട്ട് ആക്ടിവേഷൻ എന്ന് സെർച്ച് ചെയ്യുക. അതിൽ ആക്ടിവേഷൻ സെറ്റിങ്സ് എടുത്ത് കഴിയുമ്പോൾ ആക്ടിവേഷൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ഇത്ര എളുപ്പത്തിൽ ഫ്രീ ആയിട്ട് വിൻഡോസ് 10 ആക്ടിവേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്